ഈ മൂൺസിൻ മാവുങ്കൽ പ്രതിയായ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെ പരാതിക്കാരൻ യാക്കൂബ് ഹൈക്കോടതിയെ സമീപിച്ചു. അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്നു എന്നുമാണ് ആരോപണം. ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് ഈ പരാതിക്കാരൻ യാക്കൂബ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള കാരണം? നിലവിൽ ആ ഹർജിയിൽ ഇപ്പോഴൊരു ഉത്തരവ് കോടതിയിൽ നിന്നും, ഇടക്കാല ഉത്തരവ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നു. അതായത് ഈ ഹർജി അഡ്മിറ്റ് ചെയ്തു, ഒപ്പം തന്നെ ഇഡിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഹൈക്കോടതി. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത്. ഈ ക്രൈംബ്രാഞ്ച് കേസ്, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ റസ്തം പണം ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കേസിലെ പരാതിക്കാരനായ യാക്കൂബ് പുരയിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ഉദ്യോഗസ്ഥർ ഈ കേസ് അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല. ഹവാല ബന്ധമടക്കമുണ്ട്. വിദേശത്തു നിന്നും പണം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിലുണ്ട്. ഇതിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ല എന്നും യാക്കൂബ് പുരയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ഹൈക്കോടതി ഇപ്പോൾ ആ ഹർജി ഫയലിൽ സ്വീകരിച്ച് ഇഡിക്ക് നോട്ടീസ് അയച്ചു. ഈ ഹവാല ഇടപാടടക്കം ഇഡി അന്വേഷിക്കണം എന്നൊരാവശ്യം കൂടി വെച്ചിരുന്നു യാക്കൂബ്. എന്തായാലും ഇഡി കൂടി ഈ കേസിലേക്ക് സജീവമായി എത്താൻ പോകുന്നു. ശരി, ഇഡി കൂടി ഈ കേസിന്റെ ഭാഗമാകാൻ പോകുന്നു എന്നതാണ് ശ്രീകാന്ത് നൽകുന്ന റിപ്പോർട്ട്.